എല്ലാവർക്കും CR.com-ലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നമ്മളെപ്പോഴും സാധാ ഓംപ്ലേറ്റ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഓട്സ് ഓംപ്ലേറ്റ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് പോയി കാണാം. ഇതിന് വേണ്ടിയ സാധനങ്ങൾ: മുട്ട വേണം, ഓട്സ് വേണം, പാല് വേണം, ഉപ്പ് വേണം, കുരുമുളക് പൊടി വേണം, പിന്നെ തക്കാളി അരിഞ്ഞതും മുളകും സവാള അരിഞ്ഞതാണ് വേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ 2 സ്പൂൺ ഓട്സ് എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഇത് സോക്ക് ചെയ്യാം. 15 മിനിറ്റാണ് സോക്ക് ചെയ്ത് വെക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ച ഓട്സ് നല്ലോണം സോക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇത്രയും സാധനങ്ങൾ നമുക്ക് ബൗളിനകത്തോട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അതിന് എളുപ്പത്തിനായിട്ട് ഞാനൊരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഓട്സ് നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. ഇപ്പം നമ്മൾ ബൗളിനകത്തോട്ട് ഓട്സ് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുട്ട നമുക്ക് ഇതിനകത്തോട്ട് പൊട്ടിച്ച് വയ്ക്കാം. ഇപ്പം നമ്മൾ മുട്ട ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സവാള നമ്മൾ അരിഞ്ഞത് നമുക്ക് ഇതിനകത്തോട്ട് 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇപ്പം ഞാനൊരു വലിയ പച്ചമുളകാണ് അരിഞ്ഞത്. ഇനി നമുക്ക് ഞാൻ അരിഞ്ഞ് വെച്ച തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. ഇത് 2 സ്പൂണാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് 1/4 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത്രയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിലോട്ട് പാൻ വെക്കാം. ഇത് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. സ്പ്രെഡ് ചെയ്യാം. ഇപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓംപ്ലേറ്റിന്റെ മിക്സ് ഒഴിച്ച് കൊടുക്കാം. ഇപ്പൊ ഞാൻ ഇത് എല്ലായിടത്തോട്ടും സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെക്കാം. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഓട്സ് ഓംപ്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.